ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 ഇറങ്ങാൻ പോകുന്ന കുറേയധികം ഹോളിവുഡ് മൂവീസിൻ്റെ അപ്ഡേറ്റ്സിനെ പറ്റിയും അതിൻ്റെ റിലീസ് ഡേറ്റിനെ പറ്റിയൊക്കെയാണ്. 2023-24 കാലഘട്ടങ്ങളിൽ അനൗൺസ് ചെയ്യപ്പെട്ട് 24 റിലീസ് ചെയ്യേണ്ടിയിരുന്ന ഒത്തിരിയധികം ചിത്രങ്ങൾ അമേരിക്കയിൽ നടന്ന റൈറ്റേഴ്സ് സ്ട്രൈക്ക് മൂലം 25 പോസ്റ്റ്പോൺ ചെയ്യുകയുണ്ടായി. 2024 എന്ന് പറയുന്നത് കോവിഡിന് ശേഷമുള്ള ഒരു റിക്കവറി പീരീഡ് പോലെയാണ് സിനിമ ഇൻഡസ്ട്രിക്ക് മുഴുവനായിട്ടുണ്ടായിരുന്നെങ്കിൽ 2025 എന്ന് പറയുന്നത് പക്ക ഫുൾഫിൽഡ് ആയിട്ടുള്ളൊരു സിനിമാറ്റിക് ഇയർ ആയിരിക്കും. പല ബോക്സ് ഓഫീസ് റെക്കോർഡുകളും ഈ ഒരു കാലയളവിൽ മാറി മറിയാനുള്ള സാധ്യത, അതിനും മാത്രം ഒരു ഫിൽഡ് ആയിട്ടുള്ളൊരു പാക്ഡ് ആയിട്ടുള്ള മൂവീസാണ് ഈ ഒരു ഇയറിലേക്ക് ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. ഇത് പുതിയൊരു ചാനലാണ്, അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ സിനിമാറ്റിക് ലവേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് ഇത് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന എല്ലാ ചിത്രങ്ങളുടെയും ടീസറുകളും ട്രെയിലറുകളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നതാണ്. താല്പര്യമുള്ളവർക്ക് അത് കണ്ടതിന് ശേഷം സിനിമ കാണാൻ വേണ്ടി എന്നുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ വർഷം ആദ്യമായിട്ട് പുറത്തിറങ്ങാൻ പോകുന്ന ചിത്രമാണ് ഡാൻ ഓഫ് തീവ്സ് പാർട്ട് 2 പാന്തേറ. 2018 ജാനുവരി മാസം പുറത്തിറങ്ങിയ ആക്ഷൻ പാക്ഡ് ക്രൈം റോബറി ചിത്രമായ ഡാൻ ഓഫ് തീവ്സിൻ്റെ രണ്ടാം ഭാഗമാണ് പാന്തേറ. വൺ ഓഫ് ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ആക്ഷൻ റോബറി ചിത്രമാണിത്. ആദ്യ ഭാഗം സംവിധാനം ചെയ്ത ക്രിസ്ത്യൻ ഗുഡിഗാഡ്സ് തന്നെയാണ് രണ്ടാം ഭാഗത്തിനെയും സംവിധാനവും രചനയും ചെയ്തിരിക്കുന്നത്. ആദ്യ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ടുള്ള ജെറാഡ് ബട്ട്ലർ അവതരിപ്പിക്കുന്ന നിക്ലാസ് ബിഗ്നിക്കും ഓഷിയെ ജാക്സൺ ജൂനിയർ അവതരിപ്പിക്കുന്ന ഡാനി വിൽസണും സീക്വൽ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഫെഡറൽ റിസർവ് ബാങ്ക് കൊള്ളയടിക്കാൻ ഒരു സംഘം ആളുകൾ ചേർന്ന് പ്ലാൻ ചെയ്യുകയും ആ ബാങ്ക് അവർക്ക് കൊള്ളയടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ആദ്യ ഭാഗത്തിൻ്റെ ഇതിവൃത്തം. എവിടെയാണോ ഡാൻ ഓഫ് തീവ്സ് അവസാനിച്ചത് അതിൻ്റെ തുടർച്ചയായാണ് രണ്ടാം ഭാഗത്തിൻ്റെ കഥ നടക്കുന്നത്. ആക്ഷൻ പാക്ഡ് ത്രില്ലർ മൂവീസ് താല്പര്യമുള്ളവർക്ക് ഈ ചിത്രം ഒരു തവണയെങ്കിലും കണ്ടിരിക്കാവുന്ന ഒന്നാണ്. ഇതിനോടകം തന്നെ ഡാൻ ഓഫ് തീവ്സിൻ്റെ രണ്ടാം ഭാഗമായിട്ടുള്ള പാന്തേറ തിയേറ്ററുകളിൽ റിലീസായിട്ടുണ്ട്. ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ് ജാനുവരി 10 അടുത്ത ചിത്രമാണ് ദി വുൾഫ്മാൻ. 1941 പുറത്തിറങ്ങിയ ദി വുൾഫ്മാൻ എന്ന ചിത്രത്തിൻ്റെ റീബൂട്ടാണിത്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് പോലെ മറ്റൊരു സിനിമാറ്റിക് യൂണിവേഴ്സായ ഡാർക്ക് യൂണിവേഴ്സിലെ 7ാമത്തെ ചിത്രമാണിത്. 1931 പുറത്തിറങ്ങിയ ഡ്രാക്കുള മുതൽ പുറത്തിറങ്ങാനിരിക്കുന്ന വുൾഫ്മാൻ വരെ നിരവധി ചിത്രങ്ങളാണ് ഈ വിഭാഗത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഒരു സിനിമാറ്റിക് യൂണിവേഴ്സാക്കി പ്രസൻറ്റ് ചെയ്യുന്നത് 2014 പുറത്തിറങ്ങിയ ഡ്രാക്കുള അൺടോൾഡിലൂടെയാണ്. ഒരു ഫാമിലി മാനായ ബ്ലേക്ക് തൻ്റെ ഭാര്യ ഷാർലറ്റിനും മകളോടുമൊത്ത് സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നും തൻ്റെ ചെറുപ്പകാലത്തെ വീടിരിക്കുന്ന ഒറിഗോണിലേക്ക് താമസം മാറുന്നു. ചെറുപ്പകാലത്ത് തൻ്റെ പിതാവിൻ്റെ ദുരൂഹമായ മരണത്തിന് ശേഷം തിരികെ വരുന്ന ബ്ലേക്കിനെ ഒരു ഫുൾ മൂൺ രാത്രിയിൽ തൻ്റെ ഫാം ഹൗസിൽ വെച്ച് ഒരു വെയർവോൾഫ് ആക്രമിക്കുന്നു. തുടർന്ന് വെയർവോൾഫായി മാറുന്ന ബ്ലേക്കിൽ നിന്നും എങ്ങനെ ഭാര്യയും മകളും രക്ഷപ്പെടും എന്ന് കാണിക്കുന്ന ഒരു ഹൊറർ ചിത്രമാണിത്. ജാനുവരി മാസം 19 ചിത്രത്തിൻ്റെ റിലീസ്. അടുത്ത ചിത്രമാണ് ദി ബ്രൂട്ടലിസ്റ്റ്. ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഗോൾഡൻ ഗ്ലോബ് അവാർഡ്സിൽ ദി ബെസ്റ്റ് മെയിൽ ആക്ടർ, ബെസ്റ്റ് ഡ്രാമ പിക്ചർ ഉൾപ്പെടെ 7ഓളം അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു പീരിയോഡിക്കൽ ഡ്രാമ ചിത്രമാണ് ദി ബ്രൂട്ടലിസ്റ്റ്. വിഷണറി ഹംഗേറിയൻ ജൂയിഷ് ആർക്കിടെക്റ്റ് ആയിട്ടുള്ള ടോത്ത് തൻ്റെ ഭാര്യയുമൊത്ത് 1947 യൂറോപ്യൻ വാറിന് ശേഷം അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയും അവിടെ വെച്ച് ടോത്തിൻ്റെ ആർക്കിടെക്ചർ ബ്രില്യൻസ് മനസ്സിലാക്കുന്ന ഗൈ പേഴ്സിൻ്റെ കഥാപാത്രമായിട്ടുള്ള ഹാരിസൺ ബോൺ അമേരിക്കയ്ക്ക് വേണ്ടി ഒരു വലിയ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ ടോത്തിനെ ഏൽപ്പിക്കുകയും അത് ടോത്തിൻ്റെ തുടർ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നതാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം. നിലവിൽ ഹോളിവുഡിലെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള നല്ല ചിത്രങ്ങൾ നിർമ്മിക്കുന്ന A24 ഭാഗത്തു നിന്നും വരുന്ന ചിത്രമായതുകൊണ്ട് അതിൻ്റേതായ ഒരു വിഷ്വൽ ക്വാളിറ്റി ചിത്രത്തിൻ്റെ ട്രെയിലറിലെങ്ങും കാണാൻ കഴിയും. 3 മണിക്കൂറും 35 മിനിറ്റും ദൈർഘ്യം വരുന്ന ദി ബ്രൂട്ടലിസ്റ്റ് ജാനുവരി മാസം 24 റിലീസ് ചെയ്യുന്നത്. അടുത്ത ചിത്രമാണ് പ്രസൻസ്. സൂപ്പർ നാച്ചുറൽ ഹൊറർ ജോണറിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രമാണിത്. ഓഷൻ ട്രയോളജി, കോണ്ടേജൻ, സൈഡ് എഫക്റ്റ്, കിമ്മി പോലുള്ള ഗംഭീര ചിത്രങ്ങളുടെ സംവിധായകനായ സ്റ്റീഫൻ സോഡർബർഗിൻ്റെ ചിത്രമാണിത്. ഒരു സൂപ്പർ നാച്ചുറൽ എൻറ്റിറ്റിയുടെ പെർസ്പെക്റ്റീവിലാണ് ചിത്രം ഫോളോ ചെയ്യുന്നത്. തൻ്റെ സുഹൃത്തിൻ്റെ ട്രാജിക്കായ മരണത്തെ തുടർന്ന് ക്ലോയി അവരുടെ പാരൻസുമൊത്ത് പുതിയൊരു വീട്ടിലേക്ക് താമസം മാറുന്നു. അവിടെ വെച്ച് ആ വീട്ടിൽ താങ്കളെ കൂടാതെ ഒരു ഗോസ്റ്റിൻ്റെ പ്രസൻസ് ക്ലോയിക്ക് അനുഭവപ്പെടുന്നു. തുടർന്ന് അവർക്കെന്താണ് സംഭവിച്ചതെന്നാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം. 2024 ജനുവരി 19 സൺഡാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ചിത്രം റിലീസ് ചെയ്യുകയും മികച്ച പ്രേക്ഷക പ്രതികരണം നേടുകയും ചെയ്തു. ആരും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാതിരുന്ന ഈ ചിത്രത്തിൻ്റെ
റിലീസ് നിയോൺ പ്രൊഡക്ഷൻസ് ഏറ്റെടുക്കുകയും ജനുവരി 25 സ്ലേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അടുത്തൊരു ചിത്രമാണ് ഹാർട്ട് ഐസ്. വാലന്റൈൻസ് ഡേ ദിനത്തിൽ കപ്പിൾസിനെ പിന്തുടർന്ന് കൊലപ്പെടുത്തുന്ന ഒരു മുഖംമൂടിധാരിയാണ് ഹാർട്ട് ഐസ്. ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായ ഒലിവിയ ഹാൾട്ടും മേസൻ ഗുഡിയും 2 കോവർക്കേഴ്സിനെ കേന്ദ്രീകരിച്ചാണ് കഥ നടക്കുന്നത്. ഇരുവരും കപ്പിൾസാണെന്ന് തെറ്റിദ്ധരിച്ച് വാലന്റൈൻസ് ഡേ ദിനത്തിൽ അവരെ കൊല്ലാൻ നടക്കുന്ന കില്ലറിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് കണ്ടെത്താൻ ഇരുവരും തയ്യാറെടുക്കുന്നതാണ് കഥയുടെ ഇതിവൃത്തം. റൊമാൻറ്റിക് സ്ലാഷർ വിഭാഗത്തിൽപ്പെടുന്ന ഈ ചിത്രം ഫെബ്രുവരി 7 റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു ചിത്രമാണ് ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ്. ഡെഡ്പൂൾ ആൻഡ് വോൾവറിന് ശേഷം മാർവൽ സ്റ്റുഡിയോസിൻ്റെ ഭാഗത്തു നിന്നും തിയേറ്ററുകളിൽ റിലീസായി വരുന്ന മറ്റൊരു ചിത്രമാണ് ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ്. ഫാൽക്കൺ ആൻഡ് ദി വിന്റർ സോൾജിയറിനും എറ്റേണൽസിനും ശേഷം നടക്കുന്നൊരു കഥയാണിത്. സ്റ്റീവ് റോജേഴ്സിൻ്റെ ക്യാപ്റ്റൻ അമേരിക്ക ട്രയോളജിക്ക് ശേഷം സാം വിൽസൺ ക്യാപ്റ്റനായി വരുന്ന ആദ്യ ചിത്രമാണിത്. എറ്റേണൽസ് മൂവിയുടെ ക്ലൈമാക്സിൽ കടലിൽ നിന്ന് ഉയർന്നു വരുന്ന സെലസ്റ്റീൽ ബോഡിയിൽ നിന്നും അഡമാൻഡിയം എടുക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയ്ക്കും ജപ്പാനും ഇടയിൽ ഒരു യുദ്ധം നടക്കുന്നു. അതിനിടയിൽ US സെക്രട്ടറിയായ ജനറൽ തണ്ടർബോൾട്ട് റോസ് അമേരിക്കയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നു. റോസ് വേൾഡിനെ റൂൾ ചെയ്യാൻ വേണ്ടി സാമിനെ മിലിറ്ററിയിൽ സ്ഥാനമാനങ്ങൾ തരാമെന്ന് പറഞ്ഞ് സെഡ്യൂസ് ചെയ്യുന്നത് എങ്കിലും സാം അതിൽ നിന്ന് പിന്മാറുന്നു. അയാളുടെ പ്രസൻസ് കല്ലുകടിയാവുമെന്ന് മനസ്സിലാക്കി ജനറൽ റോസ് ലീഡറിൻ്റെ സഹായത്തോടെ, അതായത് ഇൻക്രെഡിബിൾ ഹൾക്കിലെ സാമുവൽ സ്റ്റെയിൻ്റെ സഹായത്തോടെ റെഡ് ഹൾക്കായി ക്യാപ്റ്റൻ അമേരിക്കയ്ക്കെതിരെ തിരിയുന്നതാണ് കഥയുടെ ഇതിവൃത്തം. ക്യാപ്റ്റൻ അമേരിക്ക സാമുവൽസനായി ആന്റണി മാക്കിയും പുതിയ ഫാൽക്കനായി ഡാനി റെമറസും ലീഡർ സാമുവൽ സ്റ്റെയിനായി ടിം ബ്ലേക്ക് നെൽസണും തണ്ടർബോൾട്ട് റൂസായി റീകാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഹാരിസൺ ഫോർഡും ചിത്രത്തിൽ റിട്ടേൺ ചെയ്യുന്നുണ്ട്. കൂടാതെ സർപ്പൻ സൊസൈറ്റിയുടെ ലീഡറായി ജിയാൻ കാർലോ എസ്പാസിറ്റോയും കാസ്റ്റിൽ വരുന്നുണ്ട്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ഫേസ് 5 സെക്കൻഡ് ലാസ്റ്റ് മൂവിയായാണ് ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് തിയേറ്ററുകളിൽ എത്തുന്നത്. ഫെബ്രുവരി 14 ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് റിലീസ്. ദി ഗോർജ്, സിനിസ്റ്റർ, ബ്ലാക്ക് ഫോൺ, ഡോക്ടർ സ്ട്രേഞ്ച് സിനിമകളുടെ സംവിധായകനായ സ്കോട്ട് ഡെറിക്സന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങുന്ന ഫിക്ഷണൽ സർവൈവൽ ത്രില്ലർ ചിത്രമാണ് ദി ഗോർജ്. എലൈറ്റായ 2 സ്നൈപ്പർമാർ, മൈൽസ് ടെല്ലറിൻ്റെ കഥാപാത്രമായ അമേരിക്കക്കാരനും അനിയ ടേലർ ജോയി അവതരിപ്പിക്കുന്ന റഷ്യക്കാരിയും ഇരുവരും അൺഡിസ്ക്ലോസ്ഡ് ആയ ലൊക്കേഷനിലേക്ക് അവിടെയുള്ള 2 ഔട്ട് പോസ്റ്റുകൾ കാക്കുന്നതിന് വേണ്ടിയിട്ട് അൺഡിസ്ക്ലോസ്ഡ് ആയുള്ള അതോറിറ്റി അവരെ നിയമിക്കുന്നു. 2 ഔട്ട് പോസ്റ്റുകൾക്കുമിടയിലുള്ള മലയിടുക്കിൽ ഗോർജ് എന്ന മോൺസ്റ്ററിനെ പുറത്തു വരാതെ ലോകത്തെ പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ് ഇരുവരുടെയും ദൗത്യം. അതിനിടയിൽ ഇരുവർക്കും സംഭവിക്കുന്ന മാറ്റങ്ങളും ഇരുവരും മലയിടുക്കിൽ അകപ്പെട്ടു പോകുന്നതും ഗോർജിനെ നേരിടാൻ അവർക്ക് കഴിയുമോ എന്നുള്ളതാണ് കഥയുടെ ഇതിവൃത്തം. ആപ്പിൾ TV+ൽ ഡയറക്റ്റ് OTT റിലീസാകുന്ന ഈ ചിത്രം ഫെബ്രുവരി 14 റിലീസ് ചെയ്യുന്നത്. അടുത്ത ചിത്രമാണ് മിക്കി 17. മെമ്മറീസ് ഓഫ് മർഡർ, സ്നോ പീസർ, പാരസൈറ്റ് പോലുള്ള ഗംഭീര സിനിമകളുടെ സംവിധായകനായ ബോങ് ജൂൺ ഹോയുടെ അടുത്ത ചിത്രമാണ് മിക്കി 17. എഡ്വേർഡ് ആഷ്ടണിൻ്റെ സൈഫൈ നോവലായിട്ടുള്ള മിക്കി 17 എന്ന നോവലിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചിത്രം ഒരുങ്ങിയിരിക്കുന്നത്. നിഫിൽഹെയിം എന്ന ഔട്ടർ സ്പേസിലുള്ള ഐസ് പ്ലാനറ്റിനെ കോളനൈസ് ചെയ്യാൻ അതോറിറ്റീസ് മിക്കി എന്ന എംപ്ലോയെ അയക്കുകയും അവിടെ വെച്ച് ഒരു ഡേഞ്ചറസ് മിഷനിടയിൽ മിക്കി മരണപ്പെടുകയും ചെയ്യുന്നു. തുടർന്ന് അതോറിറ്റീസ് മിക്കിയുടെ ക്ലോണുകൾ ഉണ്ടാക്കുകയും ഓരോ തവണ മരണപ്പെടുമ്പോൾ അവൻ്റെ ഉള്ളിലുള്ള മെമ്മറീസ് അടുത്ത ക്ലോണുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയിരിക്കെ മിക്കി 17 എന്ന കഥാപാത്രം മരിച്ചുവെന്ന് കരുതി അടുത്ത ക്ലോൺ മിക്കി 18 ക്രിയേറ്റ് ചെയ്യുകയും അൺഫോർച്ചുനേറ്റ്ലി മിക്കി 17 സർവൈവ് ചെയ്യുകയും മിക്കി 18 കാണുകയും ചെയ്യുന്നു. അതിനിടയിൽ തൻ്റെ ഐഡൻറ്റിറ്റി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് മിക്കി 17 നടത്തുന്ന ശ്രമങ്ങളാണ് കഥയുടെ ഇതിവൃത്തം. 2024 റിലീസ് ചെയ്യേണ്ടിയിരുന്ന മിക്കി 17 റൈറ്റേഴ്സ് സ്ട്രൈക്ക് കാരണത്താൽ 1 വർഷം പുഷ് ചെയ്താണ് റിലീസ് ചെയ്യുന്നത്. സൈഫർ ബ്ലാക്ക് കോമഡി വിഭാഗത്തിൽ വരുന്ന ഈ ചിത്രം മാർച്ച് 7 റിലീസ് ചെയ്യുന്നത്. അടുത്ത ചിത്രമാണ് ഇൻ ദി ലോസ്റ്റ് ലാൻഡ്സ്. ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഓതറായ ജോർജ് R.R. മാർട്ടിൻ്റെ ഇൻ ദി ലോസ്റ്റ് ലാൻഡ്സ് എന്ന നോവലിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണിത്. റെസിഡന്റ് ഈവിൾ ഫ്രാഞ്ചൈസ്, ഡെത്ത് റേസ്, മോൺസ്റ്റർ ഹണ്ട് പോലുള്ള സിനിമകളുടെ സംവിധായകനായ പോൾ W.S. ആൻഡേഴ്സണാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഡേവ് ബാറ്റിസ്റ്റ, മിലിയ ജോവോവിച്ച്, ആർലി ജോവർ തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. തൻ്റെ പ്രണയം സാക്ഷാത്കരിക്കാൻ ഒരു രാജ്ഞി ഷേപ്പ് ഷിഫ്റ്റിംഗ് പവർ കണ്ടെത്തുന്നതിന് വേണ്ടി മിലിയ ജോവോവിച്ചിൻ്റെ കഥാപാത്രമായ ഗ്രേ ആലിസ് എന്ന വിച്ചിനെ ഹയർ ചെയ്യുകയും ലോസ്റ്റ് ലാൻഡ് എന്ന പ്രേതഭൂമിയിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ലോസ്റ്റ് ലാൻഡിലെ ഡ്രിഫ്റ്ററായ ഡേവ് പെറ്റിസ്റ്റയുടെ കഥാപാത്ര സഹായത്തോടെ ആ പ്രേതഭൂമിയിലുള്ള മനുഷ്യരെയും പ്രേതങ്ങളെയും മറികടന്ന് അവർക്ക് ആ പവർ നേടാൻ കഴിയുമോ എന്നുള്ളതാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ഫാൻറ്റസി ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ ചിത്രം മാർച്ച് 7 റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു ചിത്രമാണ് ദി ഇലക്ട്രിക് സ്റ്റേറ്റ്. ദി ഗ്രേമാൻ്റെ സക്സസിന് ശേഷം റുസോ ബ്രദേഴ്സ് നെറ്റ്ഫ്ലിക്സിന് വേണ്ടി സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രമാണ് ദി ഇലക്ട്രിക് സ്റ്റേറ്റ്. അവെഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ, എൻഡ് ഗെയിം, ക്യാപ്റ്റൻ അമേരിക്ക വിന്റർ സോൾജിയർ,
സിവിൽ വാർ, ദി ഗ്രേമാൻ പോലുള്ള വമ്പൻ ചിത്രങ്ങൾക്ക് വേണ്ടി തിരക്കഥയൊരുക്കിയ ക്രിസ്റ്റഫർ മാർക്കസും സ്റ്റീഫൻ മക്ലീയുമാണ് ചിത്രത്തിന്റെ തിരക്കഥ കൈകാര്യം ചെയ്തിരിക്കുന്നത്. 2018 ഇതേ പേരിൽ പുറത്തിറങ്ങിയ ഗ്രാഫിക്കൽ നോവലിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചിത്രം ഒരുങ്ങിയിരിക്കുന്നത്. 1997 അഡ്വാൻസ്ഡ് ടെക്നോളജി റോബോട്ട്സ് അമേരിക്കയിൽ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങളും റോബോട്ട്സും ഹ്യൂമൻസും രണ്ടായി വിഭജിക്കുന്നതും അവിടേക്ക് തന്റെ കാണാതായ സഹോദരൻ അന്വേഷിച്ച് നടക്കുന്ന മില്ലി ബോബി ബ്രൗണിന്റെ കഥാപാത്രമായ മിഷേൽ ഒരു റോബോട്ടിനെ കൂട്ടുപിടിച്ച് നടത്തുന്ന യാത്രയാണ് ദി ഇലക്ട്രിക് സ്റ്റേറ്റ്. റൂസോ ബ്രദേഴ്സിന്റെ ഡയറക്ടോറിയൽ കരിയറിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ചിത്രമാണിത്. സൈഫൈ അഡ്വഞ്ചർ കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ ചിത്രം ഡയറക്റ്റ് നെറ്റ്ഫ്ലിക്സ് OTT റിലീസായിട്ടാണ് മാർച്ച് 14 പുറത്തിറങ്ങുന്നത്. ബ്ലാക്ക് ബാഗ് പ്രസൻസ് എന്ന ചിത്രത്തിന് ശേഷം ഡയറക്ടർ സ്റ്റീഫൻ സോഡർബർഗ് സംവിധാനം ചെയ്യുന്ന സ്പൈ ത്രില്ലർ മൂവിയാണ് ബ്ലാക്ക് ബാഗ്. അമേരിക്കൻ ഇന്റലിജൻസ് ഏജന്റുമാരായ ജോർജ് വുഡ്ഹൗസും ഭാര്യ കാതറിനും വളരെ കോംപ്ലക്സ് ആയ ഒരു പ്രശ്നത്തിൽ ഏർപ്പെടുന്നു. രാജ്യത്തെ ബിട്രോയ് ചെയ്തു എന്നതിൻ്റെ പേരിൽ കാതറിൻ കുറ്റവാളിയാക്കപ്പെടുന്നു. ഭാര്യയോടുള്ള അമിതമായ സ്നേഹവും രാജ്യത്തോടുള്ള പ്രതിബദ്ധതയും ആരുടെ ഭാഗത്ത് നിൽക്കണമെന്ന് ജോർജിനെ കുഴപ്പിക്കുന്നു. എവിടെയാണ് തെറ്റ് സംഭവിച്ചിരിക്കുന്നതെന്ന് ജോർജ് കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ് കഥയുടെ ഇതിവൃത്തം. ജോർജ് വുഡ്ഹൗസായി മൈക്കിൾ ഫാസ്ബെൻഡറും കാതറിനായി കെയ്റ്റ് ബ്ലഞ്ചറ്റിനും പുറമെ പിയേഴ്സ് ബോസ്നാനും റേജ് ജീൻ പേജും ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളായി വേഷമിടുന്നുണ്ട്. മാർച്ച് 14 ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അടുത്തൊരു ചിത്രമാണ് സ്നോ വൈറ്റ്. 19th സെഞ്ച്വറിയിൽ എഴുതപ്പെട്ട സ്നോ വൈറ്റ് എന്ന ജർമ്മൻ ഫെയറി ടെയിലിനെ ആസ്പദമാക്കിയുള്ള ലൈവ് ആക്ഷൻ ചിത്രമാണിത്. സ്നോ വൈറ്റ് ട്രെയിലർ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വലിയൊരു കോൺട്രവേഴ്സി വരുത്തി വെച്ചൊരു സിനിമയാണ്. അതിന് കാരണമായത് ഡിസ്നിയുടെ D23 എക്സ്പോയിൽ സ്നോ വൈറ്റായി അഭിനയിക്കുന്ന റേച്ചൽ സീഗ്ലർ സിനിമയെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങളാണ്. സ്നോ വൈറ്റിൻ്റെ മഞ്ഞുപോലുള്ള ഭംഗിയിൽ അസൂയപ്പെടുന്ന അവളുടെ രാജ്യത്തെ രാജ്ഞി അവളെ കൊല്ലാനായി വിധിക്കുന്നു. തുടർന്ന് സ്നോ വൈറ്റിനെ രാജ്ഞിയിൽ നിന്നും 7 ഡോർഫുകൾ രക്ഷപ്പെടുത്തുകയും സ്നോ വൈറ്റ് ജീവനോടെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന രാജ്ഞി ഒരു സ്ത്രീയുടെ വേഷത്തിൽ അവളുടെ അടുക്കൽ പോയിസണൈസ്ഡ് ആയിട്ടുള്ള ആപ്പിൾ കൊടുക്കുകയും തുടർന്ന് മരണത്തിൽ നിന്നും പ്രിൻസസ് സ്നോ വൈറ്റിനെ രക്ഷിക്കുകയും സ്നോ വൈറ്റിനെ കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ രാജ്ഞിയെ വധിക്കുന്നതുമാണ് കഥയുടെ ഇതിവൃത്തം. മാർച്ച് 21 ചിത്രത്തിൻ്റെ റിലീസ്. അടുത്ത ചിത്രമാണ് ദി ഓൾട്ടോ നൈറ്റ്സ്. 1950കളിൽ അമേരിക്കയുടെ ചരിത്രത്തിലെ ദി മോസ്റ്റ് നൊട്ടോറിയസ് ഗാങ്സ്റ്റേഴ്സായ 2 സുഹൃത്തുക്കളിടയിൽ നടക്കുന്ന റൈവലറിയുടെ കഥയാണിത്. ദി ഐറിഷ്മാൻ മൂവിയിലെ റോബർട്ട് ഡി നീറോ ആണ് 2 ഗാങ്സ്റ്റർ ലീഡർമാരുടെയും റോളുകൾ കൈകാര്യം ചെയ്യുന്നത്. 1970കളിൽ ചിത്രത്തിന് ആദ്യം വൈസ് ഗായ്സ് എന്നാണ് പ്രൊഡക്ഷൻ ടൈമിൽ പേര് കൊടുത്തിരുന്നതെങ്കിൽ പിന്നീട് അത് നടക്കാതെ വന്നതോടെ വാർണർ ബ്രദേഴ്സ് പ്രൊജക്റ്റ് ഏറ്റെടുക്കുകയും 2025 ജനുവരി മാസം ചിത്രം റീടൈറ്റിൽ ചെയ്യപ്പെട്ട് ദി ഓൾട്ടർനേറ്റ്സ് എന്ന പേര് കൺഫേം ചെയ്യുകയാണ് ഉണ്ടായത്. ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ ചിത്രം മാർച്ച് 21 തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നത്. സോ ഗൈസ്, മാർച്ച് വരെയുള്ള സിനിമകളുടെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയുടെ സംസാരിച്ചത്. ഇനി ഒത്തിരിയേറെ സിനിമകളുടെ റിലീസ് വിവരങ്ങളും കാസ്റ്റും ക്രൂ മെമ്പേഴ്സിനെ പറ്റിയും വരും വീഡിയോകളിലൂടെ നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. സോ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എല്ലാം നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.